ഇന്നത്തെ റെസിപ്പി തേങ്ങൈ തിരട്ടുപാൽ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ. അരമുറി തേങ്ങയാണ് ഞാനിതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അത്യാവശ്യം മീഡിയം സൈസ് വലിപ്പമുള്ള തേങ്ങയുടെ ഒരു പകുതി ഭാഗം എടുത്തിട്ടുണ്ട്. അതൊന്ന് ചിരകി മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടുന്നത് ചെറുപയറാണ് കേട്ടോ. അത് 3 ടേബിൾ സ്പൂൺ ചെറുപയർ നല്ലതുപോലെ വറുത്തെടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ചിരകി വെച്ചിരുന്ന തേങ്ങ ഇട്ട് കൊടുക്കുക. 4 അല്ലി ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുക. 1/2 ഗ്ലാസ് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പരുവത്തിലൊന്നും അരച്ചെടുക്കേണ്ട കേട്ടോ. നമുക്കിപ്പം നമ്മൾ ചമ്മന്തിക്കൊക്കെ തേങ്ങ അരച്ചെടുക്കത്തില്ല, ആ ഒരു പരുവത്തിൽ അരച്ചെടുത്താൽ മതി. അതിനുശേഷം ഒരു ഫ്രൈങ് പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അത്യാവശ്യം വലിയ ടേബിൾ സ്പൂണാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എനിക്ക് ഒഴിക്കുമ്പോൾ കണക്കറിയാം, അതുകൊണ്ടാണ് ടേബിൾ സ്പൂൺ കാണിക്കാത്തത്. അതിലേക്ക് ഒരു 2 വലിയ ടേബിൾ സ്പൂൺ ഇതേപോലെ തേങ്ങാക്കൊത്ത് അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. വറുത്ത് കോരി നമുക്ക് മാറ്റി വയ്ക്കണം. പിന്നെ ഈ നെയ്യും നമുക്കിനി ആവശ്യമാണ്. വറുത്ത് കോരി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ഏലക്കയും അതുപോലെ ചെറുപയറും അതെല്ലാം കൂടെ നമ്മുടെ ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നമ്മുടെ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കണം കേട്ടോ. അതിനുശേഷം ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ശർക്കര പാനിയാണ്. 1/2 കപ്പ് ശർക്കര 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതാണ് കേട്ടോ. അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ശർക്കര ഉരുക്കിയെടുത്ത് അരിച്ചെടുത്തത് വേണം കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ കൈ വിടാതെ തന്നെ മിക്സ് ചെയ്ത് കൊണ്ടിരിക്കണം. ഇതിലെ ആ ഒരു തേങ്ങയിൽ ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന പരുവത്തിൽ ഈ പാനിൽ നിന്ന് ഇതെല്ലാം വിട്ട് വരുന്ന ആ ഒരു പരുവത്തിൽ വേണം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരു 10-15 മിനിറ്റിൻ്റെ മിക്സിങ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നമ്മൾ ഇച്ചിരി മിക്സ് ചെയ്തെടുത്താലും നാവിൽ അലിഞ്ഞു പോകുന്ന ടേസ്റ്റിലുള്ള ഒരു തേങ്ങ തിരട്ടുപാലാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ എങ്ങനെയാണ് അടിപൊളിയാണെന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെയാണ് കേട്ടോ ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാം ഒന്ന് നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് കേട്ടോ കറക്റ്റ് പരുവമെന്ന് പറയുന്നത്. ഇതേപോലെ നമുക്ക് പാനിൽ നല്ലതുപോലെ വിട്ട് വരാം. നമ്മളിവിടെ തേങ്ങ തിരട്ടുപാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഒരു കാഷ്നട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും കൂടെ മുകളിൽ വെച്ചിട്ടുണ്ട്. സംഭവം അടിപൊളി ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക.